വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് നാടൻ രുചികൾ. ഇന്ന് നമുക്ക് ആപ്പിൾ ജാം എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ട് കെമിക്കലൊന്നും ചേർക്കാതെ ഈ ജാം എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. ഇത് 2 ആപ്പിളുണ്ട്. ഇത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതാണ്. ഇത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ആപ്പിൾ ഒന്ന് വേകുന്നതിനാവശ്യമായിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർക്കാം. ഈ വെള്ളം വറ്റി വരുന്ന സമയം കൊണ്ട് നമ്മുടെ ആപ്പിൾ നന്നായിട്ട് വേകും. ഞാൻ എടുത്തിരിക്കുന്ന ആപ്പിൾ ഈ തരി പോലെ വളരെ നന്നായിട്ട് പഴുത്തിട്ടുള്ള ആപ്പിളാണ്. നല്ല ക്രിസ്പിയായി നല്ല പച്ച നിറത്തിലുള്ള ആപ്പിളല്ല, നന്നായിട്ട് പഴുത്ത ആപ്പിളാണ്. നിങ്ങളെടുക്കുമ്പോൾ ആ രീതിയിലുള്ള ആപ്പിൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് വെള്ളത്തിൽ കിടന്ന് ഇത് ജസ്റ്റ് ഒന്ന് വേകട്ടെ. നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ വേകാൻ വെച്ച ആപ്പിളിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ആപ്പിൾ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഈ തവി വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആപ്പിൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. പക്ഷേ അടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ നിറം ഒന്ന് മാറിപ്പോവും. കുറച്ചൊന്ന് ഒരു ചുമപ്പ് പോലെ ഒരു ചെറിയായിട്ട് ബ്രൗൺ നിറമൊക്കെ ആയിപ്പോവും. അതിലും നല്ലത് ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വേവിക്കുന്നതാണ്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാര ചേർക്കുമ്പോൾ ഇത് കുറച്ചൊന്ന് വെള്ളമായിട്ട് വരും. ആ വെള്ളം നന്നായിട്ട് വറ്റി നമ്മുടെ ഇത് ഇങ്ങനെ നല്ല തിക്കായിട്ട് വരണം. ആ ഒരു പാകം വേണം ജാമിനുണ്ടായിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഈ പഞ്ചസാരയെ കിടന്ന് തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ പഞ്ചസാര കൂടി ചേർത്തിട്ട് നമ്മുടെ ആപ്പിൾ അത്യാവശ്യം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ചുകൂടി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊരു ഓറഞ്ചിൻ്റെ ടേസ്റ്റിനും ചെറിയൊരു ഫ്ലേവറിനും പിന്നെ കുറച്ചൊരു പുളിക്ക് ആവശ്യമായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓറഞ്ച് ജ്യൂസ് ചേർക്കാം. ഫ്രഷായിട്ട് നമ്മൾ ഓറഞ്ച് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അതുകൂടി ചേർത്തിട്ട് ഈ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വഴറ്റാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ചേർക്കാം. ലെമൺ ജ്യൂസ് ചേർക്കുന്നത് ഈ പഞ്ചസാര ലായനി ഒന്ന് ക്രിസ്റ്റലൈസ് ആയി പോകാതിരിക്കാൻ, ഇത് തണുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ കട്ടിയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ലെമൺ ജ്യൂസ് ചേർക്കുന്നത്. അതുകൂടി ഈ സമയത്ത് നമുക്ക് ചേർക്കാം. ലെമൺ ജ്യൂസ് ചേർക്കുമ്പോൾ അധികം ആയി പോകണ്ട. അപ്പോൾ നമ്മുടെ ജാമിന് നല്ല പുളിപ്പായി പോവും. അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ചേർത്താൽ മതി. ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് നമ്മുടെ ജാം റെഡിയാക്കാൻ. ഇനി ഒന്നും കൂടി വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകം മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണ്. ഇനി ഇത് നമ്മുടെ പാനിലിരുന്ന് തന്നെ കുറച്ചുകൂടി ഒന്ന് കട്ടിയാവും. ഈ ഒരു ഭാഗം മതി. നമുക്ക് ബ്രെഡിലൊക്കെ അപ്ലൈ ചെയ്യാൻ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നല്ലത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ആപ്പിൾ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.